പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. പേരിനൊരു വെടിനിർത്തലുണ്ട്, പക്ഷേ ആക്രമണത്തിനൊരു കുറവുമില്ല. പശ്ചിമേഷ്യയിൽ ഇറാനെതിരെ അമേരിക്ക, ഇസ്രയേൽ സംയുക്ത ആക്രമണം തുടങ്ങിയിട്ട് ഇന്ന് 96 ദിവസമാവുകയാണ്. യുദ്ധം ലോകത്തെ ആകെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി മാറ്റിയിരിക്കുന്നു. ഓരോ സാധാരണ മനുഷ്യനും അതിന്റെ കെടുതികൾ അനുഭവിക്കുകയാണ് ലോകത്തിന്റെ പല കോണിലായി. പക്ഷേ യുദ്ധം തുടങ്ങിവെച്ചവർക്ക് പോലും ഇപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ സമാധാന കരാറിലേക്ക് എത്തുമെന്ന ഘട്ടത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കാകെ യുദ്ധം ആളിപ്പടരുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നത്തെ ദിവസം അത്രമാത്രം കലുഷിതമായിരുന്നു. പ്രകോപനം തുടങ്ങിയത് അമേരിക്ക തന്നെയാണ്. വീണ്ടും US ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്തെത്താൻ ശ്രമിച്ച എണ്ണ ടാങ്കറിന് നേരെ US മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് പുതിയ ആക്രമണം ഉണ്ടായത്. ഇറാൻ തുറമുഖങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് ബോട്സ്വാന പതാകയുള്ള MT ലെക്സി എന്ന എണ്ണക്കപ്പൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ചത്. തുടർന്ന് US മിസൈൽ ആക്രമണം നടത്തി. ഉപരോധം മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈന്യം തടഞ്ഞ 7ാമത്തെ കപ്പലാണിതെന്ന് US സെൻട്രൽ കമാൻഡ് തന്നെ പറയുന്നു. ആ പ്രകോപനം, അതിന് അതിശക്തമായിട്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഗൾഫിലായിരുന്നു ആ തിരിച്ചടി. ശക്തമായ ഭാഷയിലായിരുന്നു ഈ പ്രകോപനത്തോട് ഇറാന്റെ പ്രതികരണം. വെടിനിർത്തൽ ചർച്ചയിൽ നിന്നും ഇറാൻ പിന്മാറി. US നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമായി ഗൾഫ് രാഷ്ട്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം ശക്തമാക്കി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം അടിയും തിരിച്ചടിയുമായി ഇറാനും US നേർക്കുനേർ എത്തിയ രാത്രിയായിരുന്നു ഇന്നലത്തേത്. അല്ലെങ്കിൽ പുലർച്ചെ നേരമാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IRGC ഏറ്റെടുത്തു. ആക്രമിച്ച ശേഷം ഓടുന്ന രീതി ഇനി നടക്കില്ലെന്നും പ്രത്യാക്രമണം നേരിടാൻ തയ്യാറായിരിക്കണമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനവും മേഖലയിലെ മറ്റൊരു രാജ്യത്തെയും ലക്ഷ്യമിട്ടു എന്നാണ് IRGC അവകാശപ്പെട്ടത്. കുവൈറ്റിന്റെ പേര് പറയാതെയായിരുന്നു IRGCയുടെ പ്രസ്താവന. പുലർച്ചെയുണ്ടായ വ്യോമാക്രമണ പരമ്പരകളിൽ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രധാന ടെർമിനലിന് കാര്യമായ നാശനഷ്ടം തന്നെ സംഭവിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടതായി കുവൈറ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളുണ്ട്. ഇതേ തുടർന്ന് കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും സർവീസുകൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയുമൊക്കെ ചെയ്തു. സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ തുടർന്ന് വിമാനത്താവളത്തിന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും അറിയിച്ചു. വലിയ രീതിയിൽ ആക്രമണത്തെ കുവൈറ്റ് അപലപിച്ചു. ആക്രമണ ശ്രമം തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടു. US കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും US വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പ്രാദേശിക സഖ്യസേനയും ചേർന്ന് തകർത്തതായാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ആക്രമണങ്ങളിൽ US സൈനികർക്ക് പരിക്കേൽക്കുകയോ സൈനിക ആസ്തികൾക്ക് നാശനഷ്ടം സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അമേരിക്കൻ അധികൃതർ വ്യക്തമാക്കി. ബഹ്റൈനിലെ 5ാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനവും മേഖലയിലെ US വ്യോമത്താവളവും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർത്തുവെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അവകാശവാദം അമേരിക്കൻ സൈന്യം പൂർണ്ണമായും തള്ളുകയായിരുന്നു. ഇറാന്റെ അവകാശവാദങ്ങൾ വ്യാജമാണെന്നും എല്ലാ ആക്രമണങ്ങളും പരാജയപ്പെടുത്തിയെന്നുമാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. കുവൈറ്റിലും US സൈന്യത്തെ ലക്ഷ്യമിട്ട ഡ്രോൺ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ശത്രുതാപരമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി നേരിട്ടു എന്നത് കുവൈറ്റ് സൈന്യവും സ്ഥിരീകരിച്ചു. നഗരത്തിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ മിസൈലുകൾ ആകാശത്ത് തകർത്തതിൻ്റേതാണ് എന്നതാണ് കുവൈറ്റ് വ്യക്തമാക്കിയത്. ജനങ്ങൾ ആരും തന്നെ മിസൈൽ അവശിഷ്ടങ്ങളോ സംശയാസ്പദമായ വസ്തുക്കളോ തുടരുതെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ നേരിടാൻ പൂർണ്ണ സജ്ജമാണ് എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തു. മേഖലയിൽ ഭീഷണി ശക്തമായതിനെ തുടർന്ന് ബഹ്റൈൻ തങ്ങളുടെ വ്യോമപാത താൽക്കാലികമായി അടയ്ക്കുകയും സിവിലിയൻ വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു. രാജ്യത്ത് അപായ സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരാകാതെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. അപ്പോൾ US സെൻട്രൽ കമാൻഡിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അതീവ ആസൂത്രിതമായ വ്യോമാക്രമണമാണ്
ഇറാൻ നടത്തിയത്. ഒരേ സമയം ബാലിസ്റ്റിക് മിസൈലുകളും വൺ വേ അറ്റാക്ക് ഡ്രോണുകളും ഇറാൻ ഉപയോഗിച്ചു എന്നതാണ് സെൻട്രൽ കമാൻഡ് തന്നെ പറയുന്നത്. ഇതിൽ 2 പ്രധാന ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളെയാണ് US-ന്റെ പേട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനം വിജയകരമായി നേരിട്ടതെന്ന് സെൻട്രൽ കമാൻഡ് പറയുന്നു. പേട്രിയോട്ടിന്റെ കൃത്യമായ ഇടപെടലോടെ ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആകാശത്ത് വെച്ച് തകർക്കാൻ കഴിഞ്ഞതായാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്തായാലും വലിയ പരിഭ്രാന്തിയാണ് ഗൾഫ് മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. കുവൈറ്റിൽ ഒരു മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇപ്പോൾ നമുക്കൊപ്പം വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ്, കുവൈറ്റ് പ്രസിഡന്റായിട്ടുള്ള ചെസിൽ ചെറിയാൻ തത്സമയം ചേരുകയാണ്. ശ്രീ ചെസിൽ ചെറിയാൻ, സ്വാഗതം. വലിയ ആശങ്ക ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു ദിവസമാണ്. ചെറിയ ഒരു ഇടവേളയുണ്ടായിരുന്നു യുദ്ധസമയത്ത്, പക്ഷേ അതിനുശേഷം ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായിട്ടുള്ള ഒരു രാത്രിയാണ് പിന്നിടുന്നത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇന്നലത്തെ രാത്രിയും പുലർച്ചെയുമായി നടന്ന ആക്രമണങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങൾക്കത് അനുഭവവേദ്യമായിട്ടുണ്ടോ? നിങ്ങൾ ഭയപ്പാടിലാണോ? എന്താണ് സാഹചര്യം? താങ്ക് യു മിസ് ശ്രീനന്ദ. ആദ്യമായിട്ട് ഇന്നലത്തെ ഈ അതിദാരുണമായ ആക്രമണത്തിൽ മരണപ്പെട്ട ഇന്ത്യൻ പൗരനായിട്ടുള്ള ആ വ്യക്തിക്ക് ആദരാഞ്ജലികൾ നേരുന്നു. മരണപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് അനുശോചനം നേരുകയാണ് ആത്മാർത്ഥമായിട്ട്. ദൈവാനുഗ്രഹത്താൽ ബാക്കി അതൊഴിച്ചാൽ ബാക്കി ഞങ്ങളെല്ലാവരും സുരക്ഷിതരാണ്. അതുകൊണ്ട് നന്ദിയും കൂടി രേഖപ്പെടുത്തി ഞാൻ തുടങ്ങിക്കോളാം. മറ്റൊന്നുമല്ല, ഇത് 4ാം മാസത്തിലേക്കാണ് യുദ്ധം ഇന്ന് കടന്നു കയറിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 3 മാസം 4ാം മാസത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഇത്രയും നാളും നമ്മളെ ചേർത്ത് പിടിച്ച്, വിദേശിയെന്നോ സ്വദേശിയെന്നോ നോക്കാതെ ചേർത്ത് പിടിച്ച് എല്ലാ ആക്രമണക്കും ശക്തിയായി എതിർത്തുകൊണ്ട് ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവിടുത്തെ ഈ രാജ്യത്തോടും എന്റെ ഭരണാധികാരികളോടും അതുപോലെ ഈ സൈന സമീറിനോടും ഈ കുവൈറ്റ് എയർ ഡിഫൻസിനോടുള്ള നന്ദി, അഗാധമായ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും സഹായഹസ്തമായി നിൽക്കുന്ന ഇന്ത്യൻ എംബസിയുമായി ഉദ്യോഗസ്ഥരും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഹെയർ എക്സലൻസി മാഡം പരിമിതി ത്രിപാഠി അംബാസഡർ ഉൾപ്പെടെയുള്ള നന്ദി ഞങ്ങൾ ഈ അവസരം നേരുകയാണ്. ഇന്നലെ ഉണ്ടായ കാര്യത്തെപ്പറ്റി, ഇന്ന് പുലർച്ചെയും രാത്രിയും ഉണ്ടായ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ ധാരണാജനകമായ ഒരു അറ്റാക്ക് ആയിരുന്നു. വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ജലീബ് അഥവാ അബ്ബാസിയ എന്ന് പറയുന്നത് കുവൈറ്റിലെ. അത് എയർപോർട്ടിന് സമീപത്തുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് ഏരിയയാണ്. അതായത് ഞങ്ങൾക്ക് ഹാർഡ്ലി ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഞങ്ങളുടെ ഈ താമസ സ്ഥലവും എയർപോർട്ടുമായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു അനിഷ്ടമുണ്ടായാൽ, സ്ഫോടനമുണ്ടായാൽ അതിന്റെ പ്രകമ്പനവും അതിന്റെ ശബ്ദവും ഒക്കെ ഏറ്റവും പെട്ടെന്ന് അനുഭവിക്കേണ്ടി വരും, നേരിടുന്നത് ഞങ്ങളൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമായാണ് ഈ പറയുന്ന ഇന്നലത്തെ ഒരു അറ്റാക്ക് ഉണ്ടായത്. പ്രതീക്ഷമായിരുന്നുകൊണ്ട് തന്നെ ഈ അറ്റാക്ക്, ഈ അപായ സൈറൻ ഒരു അർദ്ധരാത്രി 12 മണിയോടുകൂടി വളരെ ശക്തമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഉറങ്ങി കിടന്ന് നമ്മളെല്ലാവരും എണീക്കുകയുണ്ടായി. അത് 1 മണിക്കൂറോളം ആ സൈറൻ നിലനിന്നു. അത് ഈ പ്രദേശം മാത്രമല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.